समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग മൂത്രതടസ്സം, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, വൃക്കരോഗങ്ങൾ എന്നിങ്ങനെ നാം സാധാരണ പറയപ്പെടുന്ന രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ മൂത്ര വ്യവസ്ഥയുമായി അഥവാ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ശരീരത്തിലെ മെറ്റബോളിക് വേസ്റ്റ് രക്തശുദ്ധീകരണ പ്രക്രിയയിലൂടെ മൂത്രരൂപേണ പുറത്ത് കളഞ്ഞ് ശരീരത്തിൽ വെള്ളത്തിൻ്റെയും ധാതുക്കളുടെയും സന്തുലനാവസ്ഥ, അതായത് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ് വൃക്കകളുടെ ധർമ്മം. വൃക്കകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രം പുറത്ത് പോകുന്ന വഴികളാണ് മേൽപ്പറഞ്ഞ മറ്റ് അവയവങ്ങൾ. കുറേയേറെ മൂത്രരോഗങ്ങളും വൃക്കകളുടെ പ്രവർത്തന വൈകല്യം മൂലം ഉണ്ടാകുന്നതാണ്. ആയുർവേദത്തിൽ മൂത്രാശയ രോഗങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് പറയുന്നത്. ഒന്ന് മൂത്രാഘാത അല്ലെങ്കിൽ മൂത്രകൃച്ഛ രോഗങ്ങളെന്നും, രണ്ട് മൂത്ര അതിസാര രോഗങ്ങളെന്നും. മൂത്രം തീരെ കുറഞ്ഞു പോകുന്ന ഒളിഗോയൂറിയ, മൂത്രം തീരെ ഇല്ലാതിരിക്കുന്ന അനിയൂറിയ, മൂത്രം വേദനയോടുകൂടി പുറത്തു പോകുന്ന ഡിസ്യൂറിയ മുതലായ രോഗങ്ങൾ മൂത്രാഘാത രോഗങ്ങളിൽ പെടുന്നവയാണ്. സർവ്വസാധാരണമായി പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിൽ വരുന്ന അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ്, മൂത്രസഞ്ചിയെ ബാധിക്കുന്ന സിസ്റ്റൈറ്റിസ്, മൂത്രനാളത്തെ ബാധിക്കുന്ന യൂറിത്രൈറ്റിസ്, വൃക്കകൾക്കുണ്ടാവുന്ന ട്യൂബർക്കൽ ഇൻഫെക്ഷൻസ്, ചിലതരം ലൈംഗിക രോഗങ്ങൾ, അതുപോലെ വിവിധ തരത്തിലുള്ള അശ്മരി, അതായത് സ്റ്റോൺസ്, ഇവയെല്ലാം മൂത്രാഘാത രോഗങ്ങളിൽ പെടുന്നവയാണ്. പോളിയൂറിയ എന്ന് പറയുന്ന മൂത്ര അതിസാര രോഗത്തിൽ പെടുന്ന പ്രധാന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് ഇൻസിപിഡിസ് എന്ന രോഗവും മൂത്ര അതിസാര രോഗത്തിൽ പെടുന്നതാണ്. മൂത്രം പുകച്ചിലോടും വേദനയോടും കൂടി പുറത്തു പോവുക, മൂത്രം തുള്ളി തുള്ളിയായി പലപ്പോഴായി ഒഴിക്കേണ്ടി വരിക, നാഭിയിലും അരക്കെട്ടിന് ചുറ്റുമായി വേദന അനുഭവപ്പെടുക, പനി, ഛർദി മുതലായവ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങളാണ്. സാധാരണയായി 700 ml മുതൽ 2 ലിറ്റർ വരെയാണ് ഒരാൾ 24 മണിക്കൂർ കൊണ്ട് ഒരാളുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന മൂത്രത്തിൻ്റെ അളവ്. ഇത് കാലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. 24 മണിക്കൂർ കൊണ്ട് പുറത്തു പോകുന്ന മൂത്രത്തിൻ്റെ അളവ് പരിശോധിച്ച് അത് തീരെ കുറഞ്ഞു പോകുന്ന
ഒരു അവസ്ഥ മൂത്രരോഗത്തിലെ പ്രധാന ലക്ഷണങ്ങളാണ്. അതേപോലെ മൂത്രത്തിൻ്റെ നിറം, മൂത്രത്തിൻ്റെ സാന്ദ്രത, സ്പെസിഫിക് ഗ്രാവിറ്റി, മൂത്രത്തിൻ്റെ pH എന്നിവയും ലബോറട്ടറി പരിശോധന വഴി കിട്ടുന്ന മൂത്രത്തിലെ പഴുപ്പ്, പസൽസിൻ്റെ സാന്നിധ്യം, ചുവന്ന രക്താണുക്കളുടെ സാന്നിധ്യം, എപ്പിത്തീലിയൽ സെൽസിൻ്റെ സാന്നിധ്യം എന്നിവയെല്ലാം മൂത്രരോഗത്തിൽ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവുന്നതാണ്. മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രത്തിൽ ആൽബുമിൻ്റെ അളവ് വളരെ ചെറിയ തോതിലെങ്കിലും കാണുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട മൂത്രരോഗങ്ങൾക്കും വളരെ ഫലപ്രദമായ ആയുർവേദ ചികിത്സ ലഭ്യമാണ്. വൈദ്യനിർദ്ദേശം അനുസരിച്ച് അകത്തേക്ക് ഉപയോഗിക്കാവുന്ന ബൃഹത്യാദി കഷായം, വീരധരാദി കഷായം, പുനർനവാദി കഷായം, ചന്ദ്രപ്രഭ വടിക, നിഷ്കണ്ടകാദി ഗുളിക, മഹാധാന്യന്തരം ഗുളിക, ശതാവരി ഗുളം, പ്രവാളഭസ്മം, വങ്കഭസ്മം, വസ്ത്യാമയാന്തക ഘൃതം മുതലായവ ഇവയിൽപ്പെടുന്നു. കൂടാതെ വേദന ശമനത്തിനായി ധാന്യന്തരം തൈലം, ക്ഷീരബല തൈലം തുടങ്ങിയ തൈലങ്ങൾ ചൂടാക്കി നാഭി പ്രദേശത്തും മറ്റും പുരട്ടി ചൂട് പിടിക്കുക. ചൂടുള്ള ഈ തൈലങ്ങൾ തന്നെ തുണിയിൽ മുക്കി പിജുധാരണമെന്ന് ആയുർവേദത്തിൽ പറയും. തുണിയിൽ മുക്കിയിടുക. ചെറു ചൂടോടുകൂടി ഇതേ തൈലങ്ങൾ തന്നെ ധാരയായി ഉപയോഗിക്കുക. ആവണക്ക് മുതലായ വാതഹരങ്ങളായിട്ടുള്ള മരുന്നുകൾ ഇട്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക, സിറ്റ്സ് ബാത്ത് എന്ന് പറയും. അതും വേദന ശമിപ്പിക്കുന്നതിന് നല്ലതാണ്. പുകച്ചിൽ അനുഭവപ്പെടുന്ന അവസരത്തിൽ ശീതവീര്യങ്ങളായിട്ടുള്ള ശതാവരി, പാൽമുതുക്ക്, വെള്ളരിക്കുരു മുതലായവ അരച്ച് നാഭിയിലും മറ്റും ലേപനം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. പുകച്ചിൽ അഥവാ ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്ന സമയത്ത് ശീതവീര്യങ്ങളായിട്ടുള്ള ശതാവരി, പാൽമുതുക്ക്, വെള്ളരിക്കുരു ഇവ അരച്ച് ലേപനം നാഭിയിലും ചുറ്റുമായുള്ള പ്രദേശങ്ങളിൽ ലേപനം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. മൂത്രരോഗങ്ങളിൽ പൊതുവെ ധാരാളം വെള്ളം കുടിക്കാൻ നിർദ്ദേശിക്കാറുണ്ടെങ്കിലും കിഡ്നി ഫെയിലിയർ പോലെയുള്ള അവസ്ഥകളല്ല എന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ച ശേഷം മാത്രം ഇപ്രകാരം വെള്ളം കുടിക്കേണ്ടതാണ്. അതിനായി ഞെരിഞ്ഞിൽ, തവിഴാമ മുതലായ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം. അതിസാര രോഗനിവാരണത്തിനുള്ള ഒരു ഉത്തമ ഔഷധമാണ് കുടകപ്പാല. മലമുകളിൽ വളരുന്നു എന്നർത്ഥം വരുന്ന കുടജ എന്ന സംസ്കൃത നാമത്തിലാണ് ഇത് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത്. അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം ഹോളറീന പ്യൂബസെൻസ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് 1200 മീറ്റർ ഉയരത്തിൽ വരെ കാണപ്പെടുന്ന ഈ വൃക്ഷം കേരളത്തിൽ സാധാരണയായി നിലമ്പൂർ കാടുകളിലും അതുപോലെ പീരുമേട്ടിലും ധാരാളമായി വന്യമായി കാണുന്നു. 10 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന
ചെറിയ ഒരു വൃക്ഷമാണ് കുടകപ്പാല. ഇതിൻ്റെ ഏത് ഭാഗം മുറിച്ചാലും പാല് പോലുള്ള നീരൊഴുകും. ഇലകൾ സാമാന്യം വലുതും സമൂഹമായി വിന്യസിച്ചിരിക്കുന്നവയുമാണ്. വെളുത്തതും സുഗന്ധമുള്ളതുമായ പൂക്കൾ പത്രകക്ഷങ്ങളിൽ ചെറിയ പൂങ്കുലകളിൽ കണ്ടുവരുന്നു. കായകൾ നീണ്ടു ഉരുണ്ടതും രണ്ടറ്റം കൂർത്തിരിക്കുന്നവയുമാണ്. ഒരു കായ്ക്കുള്ളിൽ അനേകം വിത്തുകൾ കാണാം. ഈ വിത്തുകൾ കുടകപ്പാലയരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ദ്രയവം, ഭദ്രയവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കുടകപ്പാലയരി അരിയാറ് എന്ന ഔഷധക്കൂട്ടിലെ ഒരു ചേരുവയാണ്. അതിസാരജ്ഞ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുടകപ്പാലയുടെ തോലും അരിയും അപൂർവമായി വേരിന്മേൽ തൊലിയുമാണ് ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അമീബിക് വയറുകടിയുടെ ചികിത്സയ്ക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. കുടകപ്പാലത്തൊലി കഷായം വെച്ച് ദിവസം 2 നേരം കുടിക്കുന്നത് അതിസാരം ശമിക്കുന്നതിന് വളരെ നല്ലതാണ്. രക്താർശസ്, രക്തപ്രവാഹിക എന്നീ അവസ്ഥയിലും ഈ ചികിത്സ ഉത്തമമാണ്. അതിസാരത്തിനുള്ള കുടജാരിഷ്ടത്തിൽ കുടകപ്പാലത്തൊലി ഒരു പ്രമുഖ ചേരുവയാണ്. കുടകപ്പാലയരി ഉണക്കിപ്പൊടിച്ച് 1 ഗ്രാം വീതം തേൻ ചേർത്ത് കഴിച്ചാൽ വയറെരിച്ചിൽ, വയറിളക്കം, കൃമിശല്യം എന്നിവ ഭേദമാകും. മുലപ്പാൽ ശുദ്ധീകരിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. കുടകപ്പാലയുടെ വേരിന്മേൽ തൊലി അരച്ച് പാലിൽ കലക്കി തിളപ്പിച്ചാറിയ ശേഷം ഉറയൊഴിച്ച് തൈരാക്കി ആ തൈര് കടഞ്ഞു കിട്ടുന്ന വെണ്ണ പതിവായി സേവിച്ചാൽ രക്താർശസ് ശമിക്കും. തീരെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും വളരെ നന്നായി വളരുന്ന കുടകപ്പാല വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ തീരെ ബലഭൂഷ്ടിയില്ലാത്ത ചരൽ നിറഞ്ഞ സ്ഥലങ്ങളിൽ നന്നായി വളർന്നു വരുന്നതുകൊണ്ട് ഇതിനെ തരിശുനിലങ്ങളുടെ ഹരിതവൽക്കരണത്തിന് വളരെയധികം ഉപയോഗിക്കാവുന്നതാണ്.